ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ റമദാൻ്റെ രണ്ടാമത്തെ നോമ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് പത്തിരിപ്പണിക്കാണ് കേട്ടോ നിന്നത്. അങ്ങനെ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടി കുഴക്കാൻ മിഷീനിലാണ് ഇട്ടിട്ട് അങ്ങനെ പത്തിരി കുഴക്കുമ്പോഴത്തേനും ഞാൻ മുട്ടക്കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ആദ്യം തന്നെ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ അരച്ചത് ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള ചേർത്ത് കൊടുത്തു കേട്ടോ. സവാള വഴന്ന് വരുമ്പോഴത്തേനും ഞാൻ പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് ഉണ്ടകളാക്കാൻ നിന്നു കേട്ടോ. സവാള അവിടെ കിടന്ന് വഴന്ന് വരട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് സമയം എടുക്കുമല്ലോ, ആ സമയം നമുക്ക് ഉണ്ട റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പത്തിരിയുടെ ഉണ്ടകളൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ പത്തിരിയുടെ ബോൾസൊക്കെ റെഡിയായി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും സവാളൊക്കെ നന്നായി വഴന്നു വന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് നന്നായി വഴറ്റി കൊടുത്തു കേട്ടോ, പച്ചമണം മാറണ വരെ. അങ്ങനെ മസാലയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ടോ. ഒരു തക്കാളി തന്നെ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരു ചെറുത്. എന്നിട്ട് തക്കാളി നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചു കേട്ടോ. അങ്ങനെ അവിടെ തക്കാളി വെന്ത് വരുമ്പോഴത്തേനും ഞാനിവിടെ പ്രസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ബോൾസൊക്കെ പ്രസ് ചെയ്തു. കുറച്ച് ബോൾസ് പ്രസ് ചെയ്യുമ്പോഴത്തേനും അവിടെ തക്കാളി ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. ഞാനിവിടെ തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ചിട്ട് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചു കേട്ടോ. അങ്ങനെ പത്തിരിപ്പണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിൽ തേങ്ങ അരക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ പത്തിരി പരത്താൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അതെല്ലാ പത്തിരിയും പരത്തിയെടുത്തിട്ടോ. ഇനി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പത്തിരി ചട്ടി. ആ പത്തിരി ചട്ടി ചൂടാകുമ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് തന്നെ കസ്റ്റാർഡിനുള്ളതൊക്കെ തയ്യാറാക്കി. അപ്പുറത്തെ അടുപ്പിൽ 2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ട് കസ്റ്റാർഡ് പൗഡർ അതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. ഇത് നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ, അതുകൊണ്ട് നന്നായി കട്ടിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ഞാനിവിടെ പത്തിരി ചുടാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ പത്തിരിയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്തു കേട്ടോ. പിന്നെ പത്തിരിപ്പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങ പൊളിച്ച് തേങ്ങ വറുക്കാനുള്ള സെറ്റപ്പാക്കി. അങ്ങനെ കുറച്ച് പെരിഞ്ചീരകവും 2 ചെറുള്ളിയൊക്കെ ചേർത്ത് നന്നായി തേങ്ങ വറുത്ത് എടുത്തു കേട്ടോ. എന്നിട്ട് അരച്ചിട്ട് മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാലയും മല്ലിയിലയും ചേർത്ത് അവിടെ മൂടി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും പത്തിരിയോടെ റെഡിയായി. ഇനി നമുക്ക് സ്നാക്ക് പരിപാടികൾക്കൊക്കെ നിന്നുട്ടോ. ഞാൻ ഒക്കെ കൂട്ടിയൊക്കെ ചെയ്തത്. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. അങ്ങനെ ചിക്കൻ ഹാഫ് മൂൺ പൈ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ അത് വഴറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ സവാള നന്നായി വഴന്ന് വരുമ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചു. നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലോട്ട്.
പിന്നീട് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയിലത്തെ ചിക്കൻ പീസുകൾ കുറച്ചുണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വേവിച്ച ഇന്നലത്തെ ചിക്കൻ കറിയിലത്തെ ചിക്കൻ പീസുകളായിട്ട് എടുത്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത ബോൺലെസ് ചിക്കനും ചേർത്തത് തയ്യാറാക്കാം. പിന്നെ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നിങ്ങനെ വഴറ്റിയെടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ ഹാഫ് മൂൺ പൈയുടെ കൂട്ട് വന്നിട്ടുള്ളത്, ഫില്ലിങ്. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം കേട്ടോ. ഇത് മൈദ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടും തയ്യാറാക്കുക. അതാകുമ്പോൾ സോഫ്റ്റ്നെസ് കുറയും കേട്ടോ. ഇത് വാട്ടിയെടുക്കുകയാണെങ്കിൽ മൈദ വാട്ടിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ 1 കപ്പ് മൈദയിലോട്ട് 1 കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണ പോലെ വാട്ടിയെടുത്ത് കുഴച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ മുട്ട ചമ്മന്തിയുടെ ഇത് ഞാൻ ക്ലിപ്സ് എടുത്ത് വെക്കാൻ മറന്നു പോയിട്ട് അതിൻ്റെ കൂട്ട് മാത്രമേ എടുത്തുള്ളൂ. ഒരു മുട്ടയിലേക്ക് 4-5 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കുറച്ച് വെള്ളവും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വെച്ചു കേട്ടോ. ഇതൊന്നുമില്ല, വെറുതെ മുട്ട പുഴുങ്ങിയിട്ട് മുട്ടയുടെ ഉണ്ണി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഒരു തേങ്ങയുടെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് ഞാൻ പിന്നീട് റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ സമൂസ ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഷവർമ പോളയുടെ കൂട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ സമൂസയുടെ ഷീറ്റിൽ ഞാൻ ഫില്ലിങ്ങായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. അങ്ങനെ സമൂസൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ സമൂസ ഫ്രൈ ചെയ്തതിന് ശേഷം മുട്ട ചമ്മന്തി ഞാൻ പറഞ്ഞല്ലോ, അതായത് മുട്ടയുടെ ഉണ്ണിക്ക് പകരം ആ ചമ്മന്തി കൂടി കൂട്ടിയിട്ടായിരിക്കും കേട്ടോ ഉണ്ണിയുള്ളത്. അത് ഞാൻ ആ മാവിൽ മുക്കി പൊരിച്ചെടുത്തു കേട്ടോ. പിന്നീട് ഹാഫ് മൂൺ പൈയുടെ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക, റൗണ്ടിൽ ഷേപ്പ് ചെയ്തിട്ട് ഒരു മൂണിൻ്റെ ഷേപ്പ് പോലെ, അതായത് പൂവടയുടെ ഒക്കെ ആകൃതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് മുട്ടയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം അതും ഫ്രൈ ചെയ്തെടുത്തു. ഇതൊക്കെ നോമ്പ് തുറക്കണതിൻ്റെ തൊട്ട് മുമ്പായിട്ടാട്ടോ അങ്ങനത്തെ ഫ്രൈ പരിപാടികളൊക്കെ ചെയ്യാം. മറ്റേത് ഞാൻ കുട്ടി ഉറങ്ങിയപ്പോൾ ഒരു പത്തിരിപ്പണി ഒരു 3 മണിക്കൊക്കെ ഞാൻ നിന്നു കേട്ടോ. അത് അർജു ഉറങ്ങണ സമയത്തേ ചെയ്യുള്ളൂ. ഈ സമയമാകുമ്പോൾ പിന്നെ അവൻ മുറ്റത്ത് ഭയങ്കര കളിയായിരിക്കും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമല്ല കേട്ടോ. പിന്നീട് നമ്മൾ നേരത്തെ കസ്റ്റാർഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് കുറച്ച് കസ്കസും അതുപോലെ തന്നെ ക്യാരറ്റും അതൊക്കെ ചേർത്ത് കൊടുത്ത് ഐസ് ക്യൂബൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നീട് നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കി ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചതും കസ്റ്റർഡും പിന്നെ തണ്ണിമത്തൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ.
അങ്ങനെ രണ്ടാമത്തെ നോമ്പും അങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തറാവീഹ് നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ ഇക്കൊക്കെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ചായ കുടിക്കുക. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.